ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിൻ്റെ മലയാളം 5ാമത്തെ യൂണിറ്റായ മണ്ണിലും മരത്തിലും എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കൂട്ടുകാർക്ക് ഈ പാഠഭാഗം പഠിച്ചത് ഓർമ്മയുണ്ടോ? അതിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? അമ്മക്കിളി, കുഞ്ഞിക്കിളി, അണ്ണാൻ, തത്തമ്മ. ഇവിടെ ആ മരത്തിൻ്റെ ചില്ലയിൽ കുഞ്ഞിക്കിളി ഉറങ്ങുകയാണ്. നമുക്ക് നോക്കിയാലോ? അമ്മക്കിളി പറന്നുപോയി. കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി. കുഞ്ഞിക്കിളി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അമ്മക്കിളിയെ കാണാനില്ല. അപ്പോൾ കുഞ്ഞിക്കിളി എന്ത് ചെയ്തിട്ടുണ്ടാവും കൂട്ടുകാരെ? കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? അടുത്ത ചിത്രത്തിൽ എന്താ കൂട്ടുകാരെ കാണുന്നത്? ആ മരത്തിന്റെ ചില്ലയിൽ കുഞ്ഞിക്കിളി ഉണർന്ന് കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? ഇടിവെട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങിയത്. ഇത് കേട്ട് അണ്ണാൻ പുറത്തേക്ക് വന്നു. അണ്ണാൻ എന്താ പറയുന്നേ? ചിൽ 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 ചിൽ. അണ്ണാൻ ചില്ലയിലേക്ക് എത്തി നോക്കി. അഭിനയിക്കാം. ആ ചിത്രത്തിൽ ആരെയെല്ലാമാണ് കാണുന്നത്? അണ്ണാനെയും തത്തമ്മയും കാണാം. അണ്ണാൻ എന്താണ് പറഞ്ഞത്? വിഷമിക്കേണ്ട, ചിൽ ചിൽ ചിൽ, ഈ ചില്ലയിലേക്ക് പോരൂ, ഞാൻ കൂടെ കൂട്ടാം, പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം. അപ്പോൾ തത്തമ്മ എന്തു പറഞ്ഞു? കുഞ്ഞിക്കിളി, മഴ നനയും, വായോ വായോ, പൊത്തിലേക്ക് വാ. അടുത്ത ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ? കാർമേഘങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നു. അത് മഴയായി പെയ്യുന്നുമുണ്ട്. നമുക്കവിടെ എന്തെഴുതി കൊടുക്കാം? കാറ്റു വീശി, ശക്തിയായി വീശി വീശി കാറ്റു വന്നു. ശക്തരായ മാമരങ്ങൾ താഴെ വീണു. ഇനി എന്ത്? അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. കൂട്ടുകാർ, അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടുന്ന ഒരു ചിത്രം വരയ്ക്കണേ. അയ്യോ ഇനി. ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടിയപ്പോൾ എന്തു സംഭവിച്ചു? ചിത്രം നോക്കി പൂരിപ്പിക്കാം. ചില്ല ഇളകി, കൂട് ഇളകി, അണ്ണാൻ കാൽ തെറ്റി താഴെ മണ്ണിൽ വീണു. കൂടും വീണു, കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. പറന്നു പറന്ന് കുഞ്ഞിക്കിളി. അമ്മക്കിളി അതാ പറന്നു വരുന്നു. കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ട് അണ്ണാൻ എന്താ പറഞ്ഞത്? അയ്യോ, കുഞ്ഞിക്കിളി എവിടെ? അണ്ണാൻ കുഞ്ഞിക്കിളിയെ കണ്ടു. നമുക്കവിടെ എന്തെഴുതി കൊടുക്കാം? അണ്ണാൻ പറഞ്ഞു, കുഞ്ഞിക്കിളി പറന്നു വരൂ, കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു വന്നു. അടുത്ത പേജിലേക്ക് പോകാം. വരച്ചു ചേർക്കാം. ഓരോ ജീവികളെയും അവരുടെ വീടുകളുമായി വരച്ചു ചേർക്കുക. മരംകുത്തി എവിടെയാണ് താമസിക്കുന്നത് കൂട്ടുകാരെ? മരത്തിലാണ് താമസിക്കുന്നത്. നമുക്ക് അതുമായി ചേർത്ത് വരയ്ക്കാം. ചിലന്തി എവിടെയാണ് താമസിക്കുന്നത്? ചിലന്തി വലയിലാണ് താമസിക്കുന്നത്. അതുമായി കൂട്ടി വരയ്ക്കാം. തേനീച്ച എവിടെയാണ് താമസിക്കുന്നത്? തേനീച്ച കൂട്ടിലാണ് താമസിക്കുന്നത്. കുരുവി എവിടെയാണ് താമസിക്കുന്നത്? കൂട്ടിലാണ് താമസിക്കുന്നത്. അതുമായി ചേർത്ത് വരയ്ക്കാം. കുഴിയാന എവിടെയാണ് താമസിക്കുന്നത്? മണ്ണിൽ കുഴി ഉണ്ടാക്കിയാണ് കുഴിയാന താമസിക്കുന്നത്. നമുക്ക് അതുമായി ചേർത്ത് വരയ്ക്കാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? ചെറു വിവരണം എഴുതാമോ? പാഠപുസ്തകത്തിലെ 42-43 പേജുകൾ നോക്കി ചെറു വിവരണം എഴുതുക. ഞാൻ അണ്ണാൻ. ഞാൻ മരത്തിലാണ് കൂടുണ്ടാക്കുന്നത്. ഇല, നാര്, ചകിരി, പുല്ല്, കമ്പ് ഇവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. ഞാൻ വണ്ണാത്തിപ്പുള്ള്. ഞാൻ മരത്തിലെ പൊത്തുകളിലും ചുവരിലെ വിടവുകളിലും കൂടുവെക്കും. നാരുകളും ഇലകളും പുല്ലും കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. തുന്നാരൻ കുരുവി. ഞാൻ തുന്നാരൻ കുരുവി. വലിയ ഇലകൾ തുന്നി ചേർത്താണ് കൂടുണ്ടാക്കുന്നത്. നാരുകൊണ്ടാണ് തുന്നുന്നത്. അടുത്തത് എലി. ഞാൻ എലി. മണ്ണ് തുരന്ന് മാളമുണ്ടാക്കി അതിലാണ് താമസിക്കുന്നത്. തേനീച്ച. ഞാൻ തേനീച്ച. ഒത്തിരി അറകളുള്ള കൂടാണ് ഉണ്ടാക്കുന്നത്. മെഴുകുകൊണ്ടാണ് ഞാൻ കൂടുണ്ടാക്കാറുള്ളത്. മരക്കൊമ്പുകളിലാണ് ഞാൻ കൂടുണ്ടാക്കുന്നത്. ഇത്രയുമാണ് ഈ ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാനായി ഉണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്